ഡിയർ ജെ ആസ്പിറൻസ്, നമ്മുടെ ഡേറ്റുകളൊക്കെ കൺഫേംഡ് ആയി. നിങ്ങളുടെ എക്സാം സിറ്റ് ഏതാന്ന് വരെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡേറ്റുകൾ നമുക്ക് കിട്ടി. ഓൾറെഡി കുട്ടികൾ ഒരുപാട് കൺസേൺസും ഡൗട്ടുകളും അതുപോലെ തന്നെ പേടി, ടെൻഷൻ ഇതൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് സ്ട്രോങ് മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കേണ്ട ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ ഈ 22 മുതൽ 29 വരെ 5 ഡേറ്റുകൾ കൺഫേംഡ് ആണ്. ഇതിൽ ഓൾറെഡി കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ വന്നു തുടങ്ങി. അതായത് കഴിഞ്ഞ വർഷത്തെ ജനുവരി 27 പോലെ ആകുമോ ഈ വർഷത്തെ ആദ്യത്തെ ഷിഫ്റ്റ്, അതായത് ജനുവരി 22, 2025 എക്സാം ഇതുപോലെ ആയി മാറുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ഷിഫ്റ്റിൽ എന്താണ് സംഭവിച്ചെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല. പക്ഷേ എന്നാൽ കൂടെ മേ ബി കൂടുതൽ നമ്പർ ഓഫ് കുട്ടികൾ എഴുതിയതുകൊണ്ടാണോ, എക്സാം ഈസി ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടി. ഭയങ്കരമായിട്ട് പറഞ്ഞാൽ 230 മാർക്കൊക്കെ കിട്ടിയ ആൾക്ക് 99% എത്താൻ പറ്റിയുള്ളൂ എന്ന് പറയുന്നൊരു അവസ്ഥ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുമോ എന്ന് 22-ന് എക്സാം കിട്ടിയ കുട്ടികൾ ഓൾറെഡി ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ടാർഗറ്റ് ജെ 2025 എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പോളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാ ഷിഫ്റ്റിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ പോൾ അനുസരിച്ചിട്ട്. 21, 22, 18 അതുപോലെ 28-ഉം 29-ഉം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് 39%. എന്ന് വെച്ചാൽ ഏറെക്കുറെ നമ്മൾ എല്ലാ പോളുകൾ ചെക്ക് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് സിമിലർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നെയാണ് എല്ലാ ഷിഫ്റ്റിലും വന്നിട്ടുള്ളത്. ഇനി ഞാൻ മറ്റ് ചാനൽസിൻ്റെ, നോർത്ത് ഇന്ത്യൻ ചാനൽസിൻ്റെ പോൾ ചെക്ക് ചെയ്തു. അവിടെ ആയിരക്കണക്കിന് കുട്ടികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കത് എല്ലാ ഷിഫ്റ്റിലും ഏകദേശം സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം NTA ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ജനുവരി 27-ന്റെ ആ സംഭവിച്ച മിസ്റ്റേക്ക്, അത് എന്താണെന്നറിയില്ല. ഇനി അവരുടെ നോർമലൈസേഷനിൽ പറ്റിയ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. എന്തായാലും അത് ഈ വർഷം അവർ സെയിം മിസ്റ്റേക്ക് തന്നെ വീണ്ടും വരുത്തുമെന്ന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അഗെയിൻ മറ്റേത് പോൾ നിങ്ങൾ ചെക്ക് ചെയ്താലും കാണാൻ സാധിക്കും, വലിയ ഡിഫറൻസ് ഒന്നും എവിടെയും വരുന്നില്ല. ഏകദേശം 20% തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് അടുത്ത പെർസെൻറ്റേജ് തന്നെയാണ് എല്ലാ ഷിഫ്റ്റിലും വന്നിട്ടുള്ളത്. 22 ജനുവരി ആവട്ടെ, ഈവൻ ഫൈനൽ ഡേ ആവട്ടെ, എല്ലാം ഈക്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നെയാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യം ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, എല്ലാ പേപ്പർ ഡിഫിക്കൽട്ടി സെയിം ആയിരിക്കുമോ എല്ലാ ഷിഫ്റ്റിലും എന്നുള്ളതാണ് കുട്ടികളുടെ അടുത്ത ഡൗട്ട്. ഇതൊരിക്കലും സെയിം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചില ഷിഫ്റ്റിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവാറുണ്ട്, ചില സെഷൻസ് എന്താവാറുണ്ട് കുറച്ചുകൂടി ഈസിയർ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 150 കിട്ടിയാൽ 99% എത്തുന്ന ഷിഫ്റ്റ് ഉണ്ടാവാറുണ്ട്. 200-ന് മുകളിൽ സ്കോർ ചെയ്യേണ്ട എക്സാമിനേഷൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു 10%, 15%-ന്റെ ഒക്കെ ഡിഫറൻസ് ഡിഫിക്കൽട്ടി ലെവലിൽ പേപ്പറുകളിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഡൗട്ട് കുട്ടി ചോദിച്ചത്, 28, 29 ഷിഫ്റ്റ് എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് അല്ലേ, കാരണം അവർക്ക് ഒരാഴ്ച എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല 22, 23, 24-ന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുഴുവൻ അവർക്ക് കാണാൻ പറ്റും. അത് 25, 26, 27 ഡേറ്റുകളിൽ ഇരുന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് 28, 29 എക്സാം എഴുതാൻ പറ്റും എന്ന് കുറേ ആളുകളുടെ ഡൗട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇതാണ് ഡൗട്ട്, അവർക്ക് ഓൾറെഡി പാറ്റേൺ മനസ്സിലാകും. ഈ വർഷത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് അവർക്ക് ആദ്യത്തെ 3 ദിവസം കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻസ് മുഴുവൻ അവർക്ക് നേരത്തെ പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ബാക്കി കുട്ടികളെക്കാൾ കമ്പാരിറ്റീവ്ലി എളുപ്പമല്ലേ എക്സാം എഴുതാൻ എന്നുള്ളതാണ് ഡൗട്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പെർസെൻറ്റേജ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് ഓരോ ഷിഫ്റ്റിലെയും എഴുതുന്ന 1 ലക്ഷം 1.5 ലക്ഷം കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മാർക്ക് നോക്കിയിട്ടാണ് ആ ഷിഫ്റ്റിലെ കുട്ടികളുടെ പെർസെൻറ്റേജ് നിശ്ചയിക്കുക. അതല്ലാതെ 22-ാം തീയതി എഴുതിയ കുട്ടിയുടെ മാർക്കും 29-ന് എഴുതിയ കുട്ടിയുടെ മാർക്കും കൂടെ ഒരുമിച്ച് വായിച്ചിട്ടല്ല പെർസെൻറ്റേജ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. മനസ്സിലായോ? അതായത് പെർസെൻറ്റേജ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് ഷിഫ്റ്റ് സെപ്പറേറ്റ്ലി. 22-ാം തീയതി എക്സാം എഴുതുന്ന ഒരു കുട്ടിയുടെ മാർക്ക് 150 ആണ്. 29-ന് ഒരു കുട്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി, ആ കുട്ടിക്ക് 180 കിട്ടിയെന്ന് വിചാരിച്ചു. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. 22-ന് സെഷൻ 1 രാവിലെ മോർണിംഗിൽ എഴുതുന്ന കുട്ടികളുടെ മാർക്ക് മാത്രം എടുത്തിട്ടാണ് അതിൻ്റെ പെർസെൻറ്റേജ് തയ്യാറാക്കുക. ആഫ്റ്റർനൂണിലത് സെപ്പറേറ്റ് ആണ്. അതുപോലെ 10 ഡിഫറെൻറ്റ് എക്സാമിനേഷൻസിൻ്റെയും പെർസെൻറ്റേജുകൾ അതാത് എക്സാമുകളുടെ എഴുതിയ കുട്ടികളുടെ മാർക്ക് നോക്കിയിട്ട് മാത്രമാണ് തയ്യാറാവുക. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അബ്സല്യൂട്ട്ലി 140, 150, 160 അല്ലെങ്കിൽ 200-നൊന്നും വാല്യൂ ഇല്ല. ആ ഷിഫ്റ്റിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പെർസെൻറ്റേജ്. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന അഡ്വാൻറ്റേജുകൾ 28, 29-ന് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ശരിയാണ്, അവർക്ക് പാറ്റേൺ മനസ്സിലാവും, ട്രെൻഡൊക്കെ മനസ്സിലാവും. അത് ആ ദിവസങ്ങളിൽ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും, അല്ലാതെ 1-2 കുട്ടികൾക്ക് മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ ആ എക്സാമിൻ്റെ ആ പേപ്പറിൻ്റെ റിസൾട്ട് നോക്കിയിട്ടാണ് അതിലെഴുതിയ കുട്ടികളുടെ പെർസെൻറ്റേജിലാണ് സെപ്പറേറ്റ്ലി തയ്യാറാക്കുക. അല്ലാതെ ആദ്യത്തെ 3 ദിവസം എഴുതുന്ന കുട്ടികൾക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഡിസഡ്വാൻറ്റേജ് ഒന്നുമില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, ഈ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കൊന്നും എന്ത് ചെയ്യരുത്, നമ്മുടെ മൈൻഡിലൊരു ഗ്യാപ്പ് കൊടുക്കരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ തന്നെ ട്രസ്റ്റ് ചെയ്യുക, അത് വെച്ച് മുന്നോട്ട് പോവുക. ഫോക്കസ് ഓൺ യുവർ എക്സാം. നിങ്ങളുടെ എക്സാം ഏതാണ് അത് മാത്രം മാറ്റർ ചെയ്യുള്ളൂ. അതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എനർജിയും ടൈമും എഫേർട്ടും എല്ലാം അതിലേക്ക് തന്നെ
കൊടുക്കുക. ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കൊന്നും ഇനി എന്ത് ചെയ്യരുത്, ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഏത് ഷിഫ്റ്റാണ് കൂടുതൽ എളുപ്പമാവാൻ പോകുന്നത്, അതല്ലെങ്കിൽ ഏത് ഡേറ്റിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്കാണ് ബെറ്റർ പെർസെൻറ്റേജ് കിട്ടാൻ സാധ്യത ഉള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷിഫ്റ്റിനോ ഒരു ഡേറ്റിനോ സാധ്യതകളൊന്നുമില്ല. കഴിഞ്ഞ വർഷം മാത്രമാണ് അതിലൊരു പ്രശ്നം ഉണ്ടായത്, അത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഡാറ്റ നോക്കുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ദിവസവും ഈക്വൽ നമ്പർ ഓഫ് കുട്ടികൾ തന്നെയാണ് ഏകദേശം എക്സാം എഴുതാൻ പോകുന്നത്. സോ ഫൈനലി ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ഓൾ കേരള ഫ്രീ JEE ബിഗ്ഗസ്റ്റ് മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് എഴുതാൻ പറ്റുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാൻ, കേൾക്കാത്ത ആളുകൾ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരുപാട് നമ്പർ ഓഫ് കുട്ടികൾ എഴുതുന്ന ഒരു എക്സാം ആക്കി ഇതിനെ മാറ്റണം. ഓൾറെഡി 1000+ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊരു ബിഗർ നമ്പറിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലിങ്ക്, രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ജനുവരി 18 ശനിയാഴ്ചയാണ് ഈ ഒരു ഓൺലൈൻ എക്സാം. ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് 15, 16, 17 ഡേറ്റുകളിൽ നമ്മുടെ ചാനലിൽ 3 ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും ഓരോ സബ്ജക്റ്റിനും ഓരോ ദിവസം 50 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ക്ലാസ് ആണ്. അതും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 15, 16, 17 ആ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് 18 നമുക്ക് ഈ എക്സാമും എഴുതാം. പാരലി നിങ്ങൾക്ക് മറ്റ് എക്സാമിനേഷൻ, മറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അതൊന്നും ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഈ എക്സാം എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയുന്ന മാക്സിമം കുട്ടികളെയും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.